Hey everyone, welcome back to another vlog. ഇന്ന് ഞങ്ങൾ റമദാൻ പ്ലാറ്റർ കഴിക്കാൻ മധുരി കിച്ചൺ റെസ്റ്റോറൻറ്റിലോട്ട് പോകുകയാണ്. ഇപ്പോൾ റംസാൻ ടൈമാണല്ലോ. അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈവനിങ്ങിൽ റമദാൻ പ്ലാറ്റർ ഉണ്ട് എന്നറിഞ്ഞു. സോ അത് ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് റമദാൻ പ്ലാറ്റർ ട്രൈ ചെയ്യുന്നത്. അറിയില്ല എങ്ങനെയിരിക്കുമെന്ന്. പോയി നോക്കാം. ഇവിടെ ഓത്തൻറ്റിക് തമിഴ് സ്റ്റൈൽ ഫുഡ് കിട്ടും. മോന് വേണ്ടി ഞങ്ങൾ പെറോട്ട, സന്ന അതാണ് മേടിച്ചത്. അവന് ഭയങ്കര ഇഷ്ടമാണ് പെറോട്ട കൊള്ളായിരുന്നു, നല്ല ഫ്ലഫി ആയിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. പക്ഷെ സന്ന അത്ര ഫ്ലേവർഫുൾ ആയിരുന്നില്ല. ഇതാണ് കേട്ടോ അവരുടെ റമദാൻ പ്ലാറ്റർ. 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. താലി മീൽസ് പോലെയാണ് കൊണ്ടുവന്നത്. അവർ തന്നെ സജസ്റ്റ് ചെയ്തായിരുന്നു, ഒരു താലി മീൽസ് മതിയാവും 2 പേർക്ക്. ഇത് അവരുടെ കഞ്ഞിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും ഫ്ലേവറൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പരിപ്പ് കറി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് തോന്നിയത്. ഇത് ഹലീം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, റിച്ച് ആൻഡ് ഫുൾ ഓഫ് ഫ്ലേവർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയും. ഞാൻ ഇതിനു മുന്നേയും ഹലീം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹലീം ഇപ്പോഴാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ മന്തി റൈസായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്ലേവർഫുൾ റൈസായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അവരുടെ ഷമി കബാബ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ക്വാണ്ടിറ്റി അത്ര ഉണ്ടായിരുന്നില്ല, വളരെ ചെറുതായിരുന്നു. പിന്നെ കഴിച്ചത് തന്തൂരി ചിക്കനായിരുന്നു. അതും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ്, നല്ല സ്ലൈറ്റ്ലി റോസ്റ്റഡ് തന്തൂരി ചിക്കൻ. ഇത് അവരുടെ ക്യാരറ്റ് ഹൽവ. നല്ല സ്വീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് റോസ് സർബത്തും കോഫിയുമായിരുന്നു. റോസ് സർബത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോഫി അടിപൊളിയായിരുന്നു. ഓത്തൻറ്റിക് തമിഴ് സ്റ്റൈൽ കോഫി അതായിരുന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഫുഡ്.